ഹായ് പേരെ വെച്ചാണ് സാറാണ് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡയറി എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഡയറി നമ്മളോട് നാളത്തെ പരീക്ഷയിൽ ചോദിച്ചാൽ വളരെ ലളിതമായിട്ട് എങ്ങനെ നമുക്ക് ഏത് ഡയറി ചോദിച്ചാലും സിമ്പിൾ ആയിട്ട് എങ്ങനെ എഴുതാം എന്നുള്ളതാണ് മാഷി വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ സെറ്റായിട്ട് ഒരു ഡയറി നമ്മൾ എങ്ങനെ എഴുതും? എല്ലാ മക്കളും ശ്രദ്ധിച്ചോ, എങ്ങനെ എഴുതും? അപ്പോൾ ഒരു ഡയറി നമ്മൾ ഫസ്റ്റ് ആയിട്ട് എഴുതുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? മനോഹരമായിട്ടുള്ള ഒരു കള്ളി വരയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഡേറ്റ് കൊടുക്കുന്നു, ദിവസം കൊടുക്കുന്നു. ഇപ്പോൾ മാസം 1-4-2024 കൊടുത്തു, നിങ്ങൾക്ക് ഏത് ദിവസം വേണമെങ്കിലും കൊടുക്കാം. അതേപോലെ രവിവാർ എന്ന് കൊടുത്തു, നിങ്ങൾക്ക് ബുധവാറോ മംഗൾവാറോ ശനിവാറോ ഏത് ദിവസം വേണമെങ്കിലും കൊടുക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. അതെ, അല്ലെങ്കിൽ സ്ഥാൻ ഓർ താരീഖ് എന്ന് കൊടുത്താലും മതി. ഈ നമ്മൾ ഫസ്റ്റ് എഴുതുന്ന ഒരു ഡയറി എഴുതുമ്പോൾ ആജ് കാ ദിൻ ഖുശി ഓർ ദുഃഖ് കാ ദിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഖുശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമാകുന്നു. അപ്പൊ ഇവിടെ എന്താണ്? സന്തോഷമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഖുശി എന്ന് എഴുതും. ഇനി ദുഃഖമാണെങ്കിൽ ദുഃഖ് എന്ന് എഴുതും. അപ്പൊ എത്തരത്തിലാണ്? ആജ് കാ ദിൻ ഖുശി കാ ദിൻ ദാ എന്നാവും സന്തോഷത്തിന്റെ ദിവസമാണെങ്കിൽ. ദുഃഖമാണെങ്കിൽ ആജ് കാ ദിൻ ദുഃഖ് കാ ദിൻ ദാ എന്നാകുന്നു. ഇത്ര മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. സന്തോഷത്തിന്റെ ഡയറി ആണെങ്കിൽ ഖുശി എന്ന് ചേർക്കുന്നു, ദുഃഖാണെങ്കിൽ സങ്കടമാണെങ്കിൽ ദുഃഖ് എന്ന് ചേർക്കുന്നു. പിന്നെ നമുക്ക് ഇവിടെ മാഷ് കുറെ ഡാഷ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചോദ്യ പേപ്പറിൽ ഉണ്ടാകും എന്താണ് സന്ദർഭം എന്നുള്ളത്. അത് നമ്മൾ അതേപോലെ നമ്മൾ കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് ഇതിലേക്ക് എഴുതുന്നു. എന്നിട്ട് അവസാനം വളരെ കൃത്യമായിട്ട് ആജ് കാ ദിൻ മുജെ കബീ നഹീ ഭൂൽ സക്താ, ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും തന്നെ മറക്കുകയില്ല എന്ന് പറയാണ്. അത് സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യൂല? അന്നത്തെ ദിവസം മറക്കൂല. അപ്പൊ ഇത് നിങ്ങൾക്ക് കോമൺ ആയിട്ട് എഴുതി വെക്കാം. അപ്പൊ ആദ്യത്തേത് രണ്ടാമത്തേത് മാഷ് പറഞ്ഞത് കൃത്യമായിട്ട് നിങ്ങളൊന്ന് മനസ്സിൽ സ്റ്റോർ ചെയ്ത് പരീക്ഷയിൽ പോകുക. അതിനുശേഷം വരുന്നത് നമ്മുടെ ചോദ്യ പേപ്പറിൽ നമുക്കൊരു പാസേജ് ആയി തന്നിട്ടുണ്ടാകും. അത് കൃത്യമായി എൻ്റെ മക്കൾ ഓർത്തെടുത്ത് അതിൽ എഴുതിയാൽ മതി. വളരെ ലളിതമായിട്ട് നമുക്ക് ഡയറിയുടെ മാർക്ക് നമുക്ക് കരസ്ഥമാക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ സെറ്റ് അല്ലേ? അപ്പൊ എങ്ങനെ നാളത്തെ പരീക്ഷയിൽ ഡയറി വന്നാൽ സെറ്റ് ആയിട്ട് എന്റെ മക്കൾ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് എന്റെ മക്കൾ എഴുതൂലേ? യെസ്, അഗ്ലാ വീഡിയോ में सर फिर मिलेगा. बाय बाय.